17-ാം നൂറ്റാണ്ടിൽ ഇന്ത്യൻ മഹാസമുദ്രത്തെയും കരീബിയൻ കടലിനെയും അടക്കി വാണിരുന്ന ഒരു കടൽ കൊള്ളക്കാരനായിരുന്നു ക്യാപ്റ്റൻ കിഡ്. അയാൾ മോഷ്ടിക്കുന്ന സ്വർണവും വജ്രവും വൈഡൂര്യവും എന്ന് വേണ്ട മറ്റു പല വിലപിടിപ്പുള്ള പല വസ്തുക്കളും പല ദ്വീപുകളിലും ഒളിപ്പിച്ചു വയ്ക്കുമായിരുന്നു. അങ്ങനെയാണ് ക്യാപ്റ്റൻ കിഡ് ഈ ഒരു ഓക്ക് ഐലാൻഡിനെ കാണുന്നത്. അങ്ങനെ പിന്നീടുള്ള ഈ സ്വർണം വജ്രം വൈഡൂര്യമെല്ലാം അയാൾ ഈ ഓക്ക് ഐലാൻഡിൽ ഒളിപ്പിച്ചു വയ്ക്കുകയാണ്. വർഷങ്ങൾക്കിപ്പുറം ക്യാപ്റ്റൻ കിഡിനെ തൂക്കിക്കൊല്ലാൻ വിധിക്കുകയാണ്. ആ ക്യാപ്റ്റൻ കിഡിനെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്ന വേളയിൽ അയാൾ ചുറ്റുമുള്ളവരുടെ ഒരു കാര്യം പറയുകയാണ്: ഞാൻ പല ദ്വീപുകളിലും ധാരാളം സ്വർണം വജ്രം വൈഡൂര്യം എല്ലാം കുഴിച്ചു വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. എന്നാൽ ഓക്ക് ഐലാൻഡിലെ നിധി അത് എനിക്കും സാത്താനുമല്ലാതെ വേറെ ആർക്കും എടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ക്യാപ്റ്റൻ കിഡ് മരണപ്പെടുകയാണ്. എന്താണ് ആ ദ്വീപിൻ്റെ നിഗൂഢമായ കഥ? ഒരു കാലത്ത് ധാരാളം പേർ വസിച്ചിരുന്ന ആ ദ്വീപിന് പിന്നീട് എന്താണ് സംഭവിച്ചത്?